ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഹിറ്റ് സിനിമയായ മഞ്ഞുമൽ ബോയ്സ് ആണ്. എങ്കിൽ നമുക്ക് കഥയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് തീർത്ഥയാത്രയ്ക്ക് വന്ന ഒരാൾ ഹോട്ടലിൽ വെച്ച് തമിഴ്നാട്ടിലെ ഒരു ന്യൂസ് കട്ടിങ്സ് കാണുകയാണ്. അത് കണ്ട ഉടനെ തന്നെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും കൂട്ടി തിരികെ അയാൾ കൊച്ചിയിലെ ഒരു പള്ളിയിലേക്ക് വരികയാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് കൊച്ചിയിലെ മഞ്ഞുമ്മലിലെ സുധിയുടെ വീട്ടിൽ അവൻ്റെ അനിയൻ്റെ കല്യാണ ചടങ്ങ് നടക്കുകയാണ്. കല്യാണത്തിന് സുധിയുടെ കൂട്ടുകാരായ മഞ്ഞുമൽ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കുടിച്ചു കൂത്താടി ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ മഞ്ഞുമൽ ടീമിലെ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോഴും അവരുടെ കൂട്ടത്തിലെ മൂത്ത ആളായ സിജു കല്യാണത്തിന് വന്നവർക്ക് എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് സുധിയെയാണ്. സുധിയുടെ അനിയൻ്റെ കല്യാണമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോഴേക്കും സുധിയുടെ കൂട്ടുകാരനായ പ്രസാദ് അങ്ങോട്ടേക്ക് വരും. പ്രസാദ് കൊച്ചിയിലെ ഒരു ക്യാബ് ഡ്രൈവറാണ്. സുധി തൻ്റെ മഞ്ഞുമൽ ടീംസിനെ പ്രസാദിന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ കല്യാണത്തിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു വരുന്ന മഞ്ഞുമൽ ടീംസിലെ സുഭാഷും അവിടുത്തെ മറ്റൊരു ലോക്കൽ ക്ലബിലെ പിള്ളേരുമായി വടംവലിയിൽ തോറ്റ കാര്യം പറഞ്ഞ് ഉടക്കാകും. എന്നാൽ അപ്പോഴേക്കും സിജു അങ്ങോട്ടേക്ക് വന്ന് അവരോട് പറയും, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ച് വടം വലിച്ച് ആരാണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കാമെന്ന്. അങ്ങനെ മഞ്ഞുമൽ ബോയ്സും കൊച്ചിയിലെ മറ്റൊരു ക്ലബ്ബും തമ്മിൽ ആ കല്യാണ പന്തലിൽ നിന്ന് വടം വലിക്കും. എന്നാൽ ആ വടം വലിയിൽ മഞ്ഞുമൽ ബോയ്സ് തോൽക്കും. എന്നാൽ അടുത്ത ദിവസം മഞ്ഞുമൽ ബോയ്സിലെ കൃഷ്ണകുമാറും ബാലുവും ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവരുടെ മാളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു ഫോട്ടോ ആൽബം കൊണ്ട് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ നാട്ടിലെ പിള്ളേർ ടൂർ പോയ ഫോട്ടോസാണ്, ഇത് അവർക്കൊന്ന് കൊടുത്തേക്കണമെന്ന്. അങ്ങനെ ആ ഫോട്ടോ ആൽബവും കൊണ്ട് അവർ രണ്ടുപേരും ക്ലബിലേക്ക് വരുമ്പോൾ സുഭാഷും അവരോടൊപ്പം കൂടും. ബാലു ആ ഫോട്ടോ ക്ലബിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് പറയും, നമ്മളും ടൂർ പോകാറുണ്ടല്ലോ, എന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല, നമുക്ക് ഇപ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ കുറച്ചധികം ഫോട്ടോസ് എടുക്കണമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത വർഷത്തെ വടംവലിക്കുള്ള പ്രാക്ടീസ് നടത്തുകയാണ് അവരെല്ലാവരും. എന്നാൽ അടുത്ത ദിവസം രാവിലെ സിജു എല്ലാവരെയും വിളിച്ചു പറയും, ഗോവയിലേക്കാണ് ടൂർ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പകുതി പേരും വരുന്നില്ല എന്ന് പറഞ്ഞുവെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് ഉള്ളവരെയും കൂട്ടി ഊട്ടിക്ക് പോയാലോ എന്ന് അവർ തീരുമാനിക്കും. സുധി അങ്ങനെ തൻ്റെ കൂട്ടുകാരനായ കാർ ഡ്രൈവറായ പ്രസാദിനെ വിളിച്ച് കൊടൈക്കനാലിലേക്ക് പോകാൻ നീ ഒരു കോളിസും കൊണ്ട് അടുത്ത ദിവസം വരണമെന്ന് പറയും. അങ്ങനെ അവർ കൊടൈക്കനാലിലേക്ക് പോകുന്നതിൻ്റെ തലയ്ക്കും ദിവസം ക്ലബ്ബിലിരിക്കുമ്പോൾ സുഭാഷ് പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ടൂറിന് വരുന്നില്ല എന്ന്. ഇതൊന്നും കുഴപ്പമില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞെങ്കിലും സുഭാഷ് വരുന്നില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ ടൂർ പോകുന്നതിൻ്റെ രാവിലെ സിജു എല്ലാവരോടും യാത്ര പറഞ്ഞ് ക്ലബ്ബിലേക്ക് വരും. എന്നാൽ ക്ലബ്ബിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കൂട്ടുകാരൻ വന്ന് പറയും, നിങ്ങൾ ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്, കൊടൈക്കനാലിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാനും വന്നേനെ എന്ന് പറയും. എന്നാൽ വണ്ടിയിൽ സ്ഥലമില്ല എന്നും പറഞ്ഞ് അവരവനെ ഒഴിവാക്കി. അങ്ങനെ വണ്ടി വരുമ്പോഴേക്കും അവരെല്ലാവരും വേഗമെടുത്ത് ഇറങ്ങുമ്പോഴേക്കും ആ കൂട്ടുകാരൻ എന്നെ കൂട്ടാതെ പോകുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നിന്റെ അവസാനത്തെ പോക്കാടാ എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അതേസമയം ട്രിപ്പിന് പോകാനായി റെഡിയായി വന്ന സുജിത്ത് പറയും, അനൂപ് വരുന്നില്ലെന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന്. എന്തായാലും നമ്മളെ ഈ ശപിച്ച ഈ തെണ്ടിയെ വിളിക്കേണ്ട, നമുക്ക് പകരം സുഭാഷിനെ വിളിച്ചാലോ എന്ന് ചോദിക്കും. അങ്ങനെ സിജു നേരെ സുഭാഷിൻ്റെ വീട്ടിലെത്തി ട്രിപ്പിന് അവനെയും കൂട്ടും. സുഭാഷിൻ്റെ അമ്മ സിജുവിനോട് പറയും, മോൻ വന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇവനെ ഞാൻ ട്രിപ്പിന് പോകാൻ വിടുന്നതെന്ന്. അങ്ങനെ ട്രിപ്പ് ഓണായി ഫുൾ വൈബായി രാത്രിയോട് കൂടി അവരെല്ലാവരും പഴനിയിലെത്തും. അങ്ങനെ പഴനിമല കയറി അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വന്ന ശേഷം വണ്ടിയിൽ മ്യൂസിക് ഇടാനായി ഒരു തമിഴൻ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും കമലഹാസൻ്റെ ഗുണ സിനിമയിലെ കാസറ്റും വാങ്ങും. എന്നിട്ട് അന്ന് രാത്രി തന്നെ പഴനിയിൽ നിന്ന് തിരിച്ച് രാവിലെ തന്നെ അവർ കൊടൈക്കനാൽ എത്തും. അങ്ങനെ കൊടൈക്കനാലിലേക്ക് എത്തി റൂമൊക്കെ എടുത്ത് അവർ അവിടെയുള്ള എല്ലാ സ്പോട്ടിലും പോയി അടിച്ചു പൊളിച്ച് നടക്കും. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ വൈൻ ഷോപ്പിൽ പോയി മദ്യമൊക്കെ മേടിച്ച് അവിടെ ഫുൾ അലമ്പി ഫുള്ള് വൈബാക്കിയ ശേഷം അവർ വണ്ടിയിൽ കയറിയ ശേഷം ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കും. എന്നാൽ അപ്പോഴേക്കും സുധി പറയും, ഒരു കിടിലൻ സ്പോട്ടുണ്ട്, കമലഹാസന്റെ ഗുണ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഗുണ കേവ്, നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ചോദിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടി ആ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കൊടൈക്കനാലിൽ നിന്നും അവർ ഗുണ കേവിലേക്ക് പോകും. അവിടെ എത്തിയ ശേഷം അവിടെ ഒരു ടീക്കട നടത്തുന്ന അണ്ണാച്ചിയുമായൊക്കെ അവർ സംസാരിച്ച ശേഷം അവരെല്ലാവരും ഗുണ കേവിലേക്ക് പോകും. പോകുന്ന വഴിക്ക് അവർ ഫുൾ അലമ്പി ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതേ സമയം അവിടുത്തെ ഗാർഡ് ആഹാരം കഴിക്കാനായി താഴേക്ക് പോകുന്നതും അവർ കാണും. എന്നാൽ അപ്പോഴേക്കും കൃഷ്ണകുമാർ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാനെ കൊണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫോട്ടോസ് എല്ലാം എടുപ്പിക്കും. എന്നാൽ അതിനുശേഷം ഡ്രൈവർ പ്രസാദ് പറയും, നിങ്ങൾ പൊയ്ക്കുള്ളൂ, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ, ഞാൻ വണ്ടിയിൽ പോയി കുറച്ചു നേരം ഒന്ന് മയങ്ങട്ടെ എന്ന്. എന്നാൽ കുടിച്ചു ബോധമില്ലായിരുന്ന മഞ്ഞുമൽ ടീംസ് അവിടെയെല്ലാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ശേഷം ഒടുവിൽ ഗുണ കേവിൻ്റെ അടുത്തെത്തും. എന്നാൽ സുധി അപ്പോഴേക്കും പറയും, യഥാർത്ഥ ഗുണ കേവ് ഇവിടെയല്ല, അതങ്ങ് താഴെയാണ് എന്ന്. എന്നാൽ അപ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അബി ആ വേലിയൊക്കെ ചാടി താഴേക്ക് പോകാനായി ഒരുങ്ങുന്നവർ കാണുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും താഴേക്ക് പോയാലോ എന്നോർത്ത് അവരെല്ലാവരും ആ വേലിയൊക്കെ ചാടി ഗാർഡിൻ്റെ കണ്ണും വെട്ടിച്ച് ഗുണ കേവിലേക്ക് ഇറങ്ങിപ്പോകും. വളരെ ചെങ്കുത്തായ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ കുഴികൾ തന്നെ ഉള്ള
ഡേഞ്ചറസ് ആയ ഒരു ടെറൈൻ ആയിരുന്നു ഗുണ കേവ്. അങ്ങനെ അവർ അവസാനത്തെ വേലിയും കടന്ന് യഥാർത്ഥ ഗുണ കേവിലേക്ക് എത്തും. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അവരെ വടംവലിയിൽ തോപ്പിച്ച നാട്ടിലെ ഗ്യാങ്ങും ഗുണ കേവിൽ വന്ന് അവരുടെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർ കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും കൃഷ്ണകുമാറിന് മുൻപാരോ അവിടെ പേരെഴുതാൻ കൊണ്ടുവന്ന ഒരു മഞ്ഞ പെയിന്റ് കിട്ടും. എങ്കിൽ തങ്ങളുടെ ക്ലബിന്റെ പേരായ മഞ്ഞമ്മൽ ബോയ്സിന്റെ പേരും ഇവിടെ എഴുതാമെന്നും പറഞ്ഞു കൃഷ്ണകുമാറും ബാലുവും സിജവും മഞ്ഞമ്മൽ ബോയ്സ് എന്ന് അവിടെ എഴുതും. അതിനുശേഷം അതിന്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കാനായി എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കും. ഇത് കേട്ട ഉടനെ ദാ വരുന്ന അളിയ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന സുഭാഷ് കരിയിലെ മൂടിക്കിടന്ന ഒരു വലിയ കുഴിയുടെ അകത്തേക്ക് അവൻ വീണു പോകും. ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ കുഴിയുടെ അകത്തു നിന്നും ഒരു കൂട്ടം വവ്വാലുകൾ പറന്ന് മുകളിലേക്ക് പോകും. എന്നാൽ താഴെ നിന്ന് വവ്വാലുകൾ പറന്നു പോകുന്നത് മുകളിൽ നിന്ന് കണ്ട ഗൈഡിന് താഴെ ഗുഹയ്ക്കുള്ളിൽ ആരോ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. എന്നാൽ ആ കുഴിക്കുള്ളിൽ നല്ല ഇരുട്ടായതിനാൽ അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയുടെ ഫ്ലാഷ് അടിച്ച് താഴേക്ക് നോക്കും. എന്നാൽ അപ്പോഴേക്കും അവരുടെ ആരോ കൈതട്ടി ഒരു കല്ല് താഴേക്ക് പോകുമ്പോൾ ആ കല്ല് താഴേക്ക് തട്ടി പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ സുധി സിജയോട് പേടിച്ചുകൊണ്ട് പറയും ഈ കുഴിക്ക് നല്ല ആഴമുണ്ടെന്നാണ് തോന്നുന്നതെന്ന്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന അബിക്ക് പെട്ടെന്ന് അവന്റെ മൈൻഡിന്റെ കൺട്രോൾ പോയി അവൻ അലറി വിളിക്കാൻ തുടങ്ങും. അങ്ങനെ അബിയെയും കൊണ്ട് കൂട്ടത്തിൽ ഒരുത്തൻ മുകളിലേക്ക് പോകുമ്പോൾ ആ ഗൈഡ് താഴേക്ക് ഇറങ്ങി വരും. ഗൈഡിനെ കണ്ട് അവരെല്ലാവരും പറയും തങ്ങളുടെ കൂട്ടുകാരൻ ഈ കുഴിക്കുള്ളിൽ പോയി അണ്ണ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. എന്നാൽ ആ ഗൈഡ് പറയും അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ഇനി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണ്, നിങ്ങൾ മുകളിലേക്ക് കയറി പോകാൻ പറയും. എന്നാൽ അപ്പോഴേക്കും കൃഷ്ണകുമാറും ബാലുവും മുകളിൽ പോയി ഹെൽപ്പിനായി ആളെ വിളിക്കാമെന്നും പറഞ്ഞ് മുകളിലേക്ക് ഓടും. എന്നാൽ ഇതേ സമയം മൈൻഡിന്റെ കൺട്രോൾ പോയ അബിയെ മുകളിൽ സേഫായൊരു സ്ഥലത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗൈഡിനോട് വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഗൈഡ് പറയും നിങ്ങൾ ഇവിടത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ കാണാൻ. അവർ അവിടെ നിന്ന് ഓടി നേരെ താഴേക്ക് വന്ന് നേരത്തെ പരിചയപ്പെട്ട ആ ടീക്കടയിലെ അണ്ണാച്ചിയോട് ഹെൽപ്പ് ചോദിക്കും. അണ്ണാച്ചി പറയും നിങ്ങൾ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ. അങ്ങനെ ബാലുവും കൃഷ്ണകുമാറും പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോകുമ്പോഴേക്കും മറ്റവൻ ഹെൽപ്പിനായി അണ്ണാച്ചിയെയും കൊണ്ട് ആ കുഴിയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ബാലുവും കൃഷ്ണകുമാറും വണ്ടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രസാദിന്റെ അടുത്ത് ചെന്ന് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയും. ഇതേ സമയം അണ്ണാച്ചിയെയും കൊണ്ട് കേവിന്റെ അടുത്തേക്ക് പോകുകയായിരുന്നവൻ അബിക്ക് കൂട്ടിരിക്കുന്നവനോട് നീ അവനെ അവിടെ ഇരുത്തിയിട്ട് താഴേക്ക് വരാൻ പറയും. ഇതേ സമയം വിഷമിച്ചിരിക്കുകയായിരുന്ന സുധിയും സിജുവും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് അവർ ആ ടീക്കടയിലെ അണ്ണാച്ചിയെയും കൊണ്ടുവരും. എന്നാൽ അണ്ണാച്ചി അവരോട് പറയും ഈ സ്ഥലം നിങ്ങൾ വിചാരിക്കും പോലെയല്ല, വളരെ ഡേഞ്ചറസ് ആയ സ്ഥലമാണെന്ന്. എന്നാൽ അണ്ണാച്ചി അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങും. എന്നാൽ ഇതേ സമയം പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറഞ്ഞ പ്രസാദിനെയും ബാലുവിനെയും കൃഷ്ണപ്രസാദിനെയും നീയൊക്കെ എന്തിനാടാ ആ കേവിൽ ഇറങ്ങിയതെന്നും പറഞ്ഞ് പാണ്ടി പോലീസുകാർ അവരെ അടിക്കും. എന്നാൽ അപ്പോഴേക്കും ആ കേവിനടുത്ത് ശക്തമായ മഴ പെയ്യുകയും ആ വെള്ളമെല്ലാം സുഭാഷ് വീണ ആ കുഴിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സുധിയും സിജവും ബാക്കിയുള്ളവരും കൂടി വെള്ളത്തെ വഴിതിരിച്ച് വിടാനായി കൈകോർത്ത് കിടക്കും. ഇതേ സമയം ഗൈഡ് താഴേക്ക് വന്ന് ആ കുഴിയിൽ വീണവൻ എന്തായാലും ചത്തു കാണും, നിങ്ങൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പറയുമെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ സ്റ്റേഷനിലെത്തിയ മഞ്ഞമ്മൽ പിള്ളരെ അടിച്ച SI അവിടുത്തെ കോൺസ്റ്റബിളിനോട് പറയും എന്തായാലും ആ ഗുഹയിൽ വീണവൻ മരിച്ചു കാണും, നീ എന്തായാലും ഈ പിള്ളേരോടൊപ്പം ആ സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാൻ പറയും. അങ്ങനെ ആ പോലീസുകാരനെയും കൂട്ടി സുഭാഷിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് വേഗത്തിൽ വണ്ടി ഓട്ടിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും നിങ്ങൾ ആദ്യം ആ വൈൻ ഷോപ്പിൽ പോയി എനിക്ക് കുറച്ച് മദ്യം വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അവർക്ക് വേറെ നിവർത്തിയില്ലാതെ ആ പോലീസുകാരന് വേണ്ടി മദ്യം വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇതേ സമയം ആ കുഴിക്കുള്ളിൽ വീണ സുഭാഷ് ആകട്ടെ ദേഹമെല്ലാം മുറിഞ്ഞ് അനക്കമില്ലാതെ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ മദ്യം വാങ്ങിക്കൊടുത്ത ശേഷം ആ പോലീസുകാരൻ ആ വണ്ടിയിലിരുന്ന് ആ മദ്യം കഴിക്കും. എന്നാൽ വണ്ടിയിലുള്ള മഞ്ഞുമ്മൽ പിള്ളേരെല്ലാം സുഭാഷിന് എന്തേലും പറ്റിയോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ആ പോലീസുകാരനെയും കൊണ്ട് ഗുണ കേവിന്റെ അടുത്ത് വരുമ്പോൾ അയാൾ വീണ്ടും മദ്യം കുടിക്കും. അതിനുശേഷം അയാൾ ലാഘവത്തോടെ ആ ഗുണ കേവിലെ എൻട്രൻസ് ക്ലോസ് ചെയ്യും. എന്നാൽ ഇതേ സമയം ബാക്കിയുള്ളവർ ആ കേവിലേക്ക് വെള്ളമിറങ്ങാതിരിക്കാൻ അവിടെ ആ ചെളിയിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും പ്രസാദും ബാലുവും ആ പോലീസുകാരനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരും. അയാൾ അവിടേക്ക് വന്ന് ആ കുഴിയിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയ ശേഷം അവരോട് പറയും അവൻ മരിച്ചു കാണും, ഇനി അവനെ നിങ്ങളാരും നോക്കണ്ട, നിങ്ങൾ എല്ലാവരും മുകളിലേക്ക് കയറി പോവാം. എന്നാൽ അവനില്ലാതെ ഇവിടെ നിന്ന് ഞങ്ങളാരും പോകില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ മാറ്റാൻ നോക്കിയാൽ ഞങ്ങളും ഈ കുഴിയിലേക്ക് എടുത്ത് ചാടുമെന്ന് പറയും. അവൻ മരിച്ചു കാണും, ഇനി അവനെ നിങ്ങളാരും നോക്കണ്ട, നിങ്ങൾ എല്ലാവരും മുകളിലേക്ക് കയറിപ്പോകും. എന്നാൽ അപ്പോഴേക്കും ആ ടീക്കടക്കാരൻ അണ്ണാച്ചിയും ഗൈഡും വന്ന ആ പോലീസുകാരനോട് പറയും ഈ മഴ തീരുന്നത് വരെ ഒന്ന് നോക്കാം സാർ, അതുവരെ സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ മഴ കഴിഞ്ഞ ശേഷം കുറേ നേരം അവർ ആ കുഴിയിലേക്ക് സുഭാഷ് എന്ന് വിളിക്കുമെങ്കിലും ആരും തന്നെ വിളി കേൾക്കില്ല. എന്നാൽ ആ പോലീസുകാരൻ അപ്പോൾ അവരോട് പറയും മക്കളെ നിങ്ങൾ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവൻ മരിച്ചു കാണുമെന്ന്. എന്നാൽ ഇത് കേട്ട വിഷമത്തിൽ അവസാനമായി ബാല് സുഭാഷേ എന്ന് കരഞ്ഞുകൊണ്ട് ആ ഗുഹയിലേക്ക് നോക്കി വിളിക്കും. എന്നാൽ ആ വിളി കേൾക്കുമ്പോൾ ബോധം വന്ന സുഭാഷ് ആ കുഴിക്കുള്ളിൽ നിന്നും തിരികെ ഉറക്കെ നിലവിളിക്കും. അങ്ങനെ അത് പുറത്തു നിൽക്കുന്ന പോലീസുകാരും മഞ്ഞമ്മൽ ടീംസും എല്ലാവരും കേൾക്കും. അങ്ങനെ അവർക്ക് സന്തോഷമാകും.
സുഭാഷിന് ജീവനുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എസ് പിയും ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് വരും. എന്നാൽ എസ് പി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് പറയും, രക്ഷിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് കുറച്ചു നേരം നോക്കിയിട്ട് നമുക്കങ്ങ് പോവാമെന്ന് പറയും. അങ്ങനെ ഫയർഫോഴ്സുകാരും എസ് പിയും ആ ഗുഹയുടെ അടുത്തേക്ക് വരും. ഗുഹയിൽ എത്തിയ ശേഷം ഫയർഫോഴ്സ് ടീം തങ്ങളുടെ കയ്യിലുള്ള റോപ്പ് ആ കുഴിയുടെ അകത്തേക്ക് ഇട്ട ശേഷം സുഭാഷിന്റെ പേര് വിളിക്കും. എന്നാൽ കുറെ നേരം കഴിയുമ്പോൾ മഞ്ഞുമൽ ടീംസിലെ ഒരുത്തൻ അവരോട് ചെന്ന് ചോദിക്കും, നിങ്ങൾ കുറെ നേരമായി ആ കയറിട്ട് കൊടുക്കുന്നല്ലോ, അവന്റെ കാലൊടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ കയറി വരും? നിങ്ങൾ ആരെങ്കിലും ഒരാൾ താഴേക്ക് ഇറങ്ങി നോക്കാൻ പറയും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറാമാനും നിങ്ങൾ ആരെങ്കിലും ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കിയാലല്ലേ ഇവനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. എസ് പി അങ്ങനെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ആരെങ്കിലും താഴേക്ക് ഇറങ്ങാൻ പറയും. ഫയർഫോഴ്സ് ഓഫീസർ തൻ്റെ കൂടെയുള്ള ആളുകളോട് ആരെങ്കിലും ഒന്ന് താഴേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും താഴേക്ക് ഇറങ്ങാൻ വലിയ പേടിയായിരുന്നു. എന്നാൽ ഇവരെ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ മഞ്ഞുമൽ ബോയ്സിലെ സിജോ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവരോട് പറയും, നിങ്ങൾക്ക് ആർക്കും ഇറങ്ങാൻ വയ്യ എങ്കിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാം, ഞാൻ അവനെ രക്ഷിക്കാമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വന്ന് സിജയോട് പറയും, നീ ഇറങ്ങുമെന്ന് പറഞ്ഞത് സത്യമാണോ? ഇറങ്ങുന്നത് വളരെ റിസ്ക് ആണ്, നീ ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇറങ്ങിക്കൊള്ളാമെന്ന് സുധി സിജയോട് പറയും. എന്നാൽ സിജോ തന്നെ താഴേക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് അവസാനം സിജോ താഴേക്ക് ഇറങ്ങാനായുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തലയിൽ ലൈറ്റൊക്കെ വെച്ച് ആ ഗുഹയിലേക്ക് ഇറങ്ങും. അങ്ങനെ ആ ഗുഹയുടെ താഴേക്ക് അവൻ പോകും തോറും ഇരുട്ട് കൂടി വന്നു. അവൻ ഉറക്കെ സുഭാഷയെന്ന് വിളിച്ചുവെങ്കിലും ആരും തന്നെ വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങുന്ന കയർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്ന് സുധി മലയാളത്തിൽ അവന് വേണ്ട ഇൻസ്ട്രക്ഷനും കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും സുഭാഷിന്റെ ശബ്ദം സിജോയ്ക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ സുഭാഷിന്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സിജോ വീണ്ടും ഇറങ്ങിച്ചെല്ലും. അങ്ങനെ വീണ്ടും ആ കയർ ലൂസാക്കുമ്പോഴാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് ആ കയർ തീർന്നു എന്ന്. ആ പോലീസുകാരൻ പുതിയ കയർ വെച്ച് കെട്ടാൻ പറയുമ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയും, കയർ വെച്ച് കെട്ടുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇനിയും താഴേക്ക് ഇറങ്ങിയാൽ ശ്വാസം കിട്ടില്ല, ഇറങ്ങിയവനും മരിക്കുമെന്ന്. അങ്ങനെ വിഷമത്തോടെ സുധി സിജയെ വിളിച്ച് പറയും, എടാ ആ കയർ കഴിഞ്ഞു, ഇനിയും നീ താഴേക്ക് ഇറങ്ങുന്നത് ഡേഞ്ചറാണ്, നീ കയറി വരാൻ പറയും. സിജോ വിളിച്ച് പറയും, എനിക്ക് അവൻ്റെ ശബ്ദം കേൾക്കാം, ഞാൻ എന്തായാലും അവനെ രക്ഷിച്ചിട്ടേ കയറി വരുള്ളൂ എന്ന്. സിജയുടെ നിർബന്ധം കാരണം ആ ഫയർഫോഴ്സുകാർക്ക് ആ കയറിൽ മറ്റൊരു കയർ വെച്ച് കെട്ടേണ്ടി വന്നു. അങ്ങനെ ആ കയർ കെട്ടിയ ശേഷം സിജോ വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും സുഭാഷ് ചോരയിൽ കുളിച്ച് താഴെ കിടക്കുന്നത് അവൻ കാണും. അവൻ ഉടനെ തന്നെ മുകളിലുള്ളവരെ സുഭാഷിനെ കണ്ടുകിട്ടി എന്ന് വിളിച്ചു പറയും. മുകളിലുള്ള മഞ്ഞുമൽ ടീംസിന് എല്ലാവർക്കും സന്തോഷമാകും. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ദേഹത്ത് കയറ് കെട്ടി സിജോ മുകളിലേക്ക് അവനെ വലിച്ചെടുക്കുമ്പോഴേക്കും അവൻ പെട്ടെന്ന് ഞെരിപിരി കൊണ്ട് താഴേക്ക് പോകും. ഇതേ സമയം മുകളിലുള്ള ഫയർഫോഴ്സുകാർ ആ കയറിൽ ശക്തമായി വലിച്ച് അവരെ മുകളിലേക്ക് കയറ്റാൻ നോക്കും. എന്നാൽ വടംവലിക്കാരായ മഞ്ഞുമൽ ടീംസ് അങ്ങോട്ടേക്ക് വന്ന് ആ കയറ് വാങ്ങിച്ച് വലിക്കും. സിജയെയും സുഭാഷിനെയും നമ്മുടെ വടംവലിക്കാരായ മഞ്ഞുമൽ ബോയ്സ് കഷ്ടപ്പെട്ട് മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം സുഭാഷ് കുഴിയിലേക്ക് വീണപ്പോൾ മൈൻഡ് കട്ടായിപ്പോയ അബി മുകളിൽ നിന്ന് എണീച്ച് ആ കുഴിയുടെ അടുത്തേക്ക് പോകും. എന്നാൽ ഇതേ സമയം സുഭാഷിനെയും സിജോയും വലിച്ചു കയറ്റുന്ന കയർ ഒരു സ്ഥലത്ത് ലോക്കായി പോകും. ഇതേ സമയം അങ്ങോട്ടേക്ക് വരുന്ന അബി അവരോട് പറയും, ലൂസ് ഇട്ട് വലിക്കടാ എന്ന്. അവരുടനെ തന്നെ ലൂസ് ഇട്ട് വലിക്കും. അങ്ങനെ അവസാനം അവർ സുഭാഷിനെയും സിജോയെയും വലിച്ച് മുകളിലേക്ക് കയറ്റും. സുഭാഷിനെ ജീവനോടെ കാണുമ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമാവും. എല്ലാവരും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് സുഭാഷിനെ ആ അണ്ണാച്ചി അണ്ണൻ്റെ ചായക്കടയിലേക്ക് കൊണ്ടുവരും. ശേഷം സുഭാഷിനെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറയും, സുഭാഷിന് മെൻ്റലി ആ കുഴിയിൽ വീണതിൻ്റെ ട്രോമയുണ്ട്, അതുകൊണ്ട് തന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായി നിങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ആ ഡോക്ടർ പറയും. അതേസമയം സുഭാഷ് കുഴിയിൽ വീണത് തമിഴ്നാട്ടിൽ വല്ല വാർത്തയാകുകയും പത്രക്കാരൊക്കെ അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യും. വഴിക്ക് അവരുടെ വാർത്ത TV-യിൽ വന്നതും അവർ കാണും. അങ്ങനെ അവർ തമിഴ്നാട്ടിൽ നിന്ന് തിരികെ തങ്ങളുടെ നാടായ കേരളത്തിലേക്ക് വരും. കേരളത്തിലെത്തിയ ശേഷം സുഭാഷിനെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കും. നിന്ന് തിരികെ വീട്ടിലേക്ക് വന്ന ബാലു ടൂറിലുണ്ടായ കാര്യങ്ങളൊക്കെ തൻ്റെ അച്ഛനോട് പറയും. സുഭാഷിന് അപകടം പറ്റിയെന്നറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന അവൻ്റെ അമ്മ, അല്ലേടാ വീട്ടിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചോണ്ട് പോയത്, നിന്നെ കാരണമാണ് ഇങ്ങനെയൊക്കെ പറ്റിയതെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഭാഷിനെ ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. സുഭാഷിൻ്റെ അമ്മയ്ക്ക് അപ്പോഴും സിജയോട് വലിയ ദേഷ്യമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മഞ്ഞുമലിൽ നിന്ന് ഒരാൾ പഴനിയിലേക്ക് പോകുമ്പോഴാണ് ആ പഴയ ന്യൂസ് കാണുന്നത്. അയാൾ ഉടനെ തന്നെ മഞ്ഞുമലിലെ പള്ളിയിലെത്തി അച്ഛനോട് കാര്യം പറയും. അപ്പോഴാണ് സുഭാഷിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നത് സിജോയാണ് സുഭാഷിനെ തൻ്റെ ലൈഫ് റിസ്ക് ആക്കി രക്ഷിച്ചതെന്ന്. തൻ്റെ മകനെ രക്ഷിച്ച സിജയോടാണ് താൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഓർത്ത് ആ പാവം അമ്മ ഉടനെ തന്നെ പള്ളിയിൽ നിന്നും നേരെ സിജയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ എത്തിയ ശേഷം സിജയെ അമ്മ കെട്ടിപ്പിടിക്കും. ഒരു സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.
കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് പരിഗണിക്കണം.